എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കൾക്കായുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. മുഹമ്മദ് മൂസൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലൈഫ് ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണമാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നത്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം ഏതാണ്ട് 300ഓളം വീടുകൾ സെലക്ട് ചെയ്യുകയും അതിൽ SC വിഭാഗത്തിന് അതോടൊപ്പം തന്നെ ജനറൽ വിഭാഗത്തിന് തരംതിരിച്ചുകൊണ്ട് എഗ്രിമെന്റ് വെച്ച 80-ലധികം ആളുകൾ ഇപ്പം തന്നെ ഈ ഘട്ടത്തിൽ എഗ്രിമെന്റ് വെച്ചവർക്ക് ആദ്യ ഗഡു വിതരണവും മറ്റുള്ളവരുടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിയുന്ന മുറക്ക് അവരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഭവന നിർമ്മാണ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. എന്നാൽ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി കേരളത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു വീട് ഉണ്ടാക്കുന്നതിന് കൊടുക്കുന്ന എമൗണ്ട് പല സംസ്ഥാനങ്ങളിലും 1 ലക്ഷമോ 1 ലക്ഷത്തിൽ താഴെയോ ആണ്. ഏറ്റവും കൂടുതൽ 2.5 ലക്ഷത്തോളം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. 4 ലക്ഷം തന്നെ നമുക്ക് പോരാ എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. കാരണം ഒരു വീട് പൂർത്തീകരിക്കാൻ അത് പോരാ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കൂടുതൽ എമൗണ്ട് 4 ലക്ഷം കൊടുക്കുക എന്നത് മാത്രമല്ല, കൂടുതൽ ആളുകളിലേക്ക് വീടെത്തിക്കുന്നതിൻ്റെ ബൃഹത് പദ്ധതി കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പരിധിയിലെ 80 പേർക്കാണ് ആദ്യ ഗഡു നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, പുഷ്പലത, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ലൈഫ് ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.